friends, welcome to MANNUS Buddies channel. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ടാവും ഏതാണ് ഈ പുതിയ അവതാരം എന്നല്ലേ? ഇത് മന്നൂസിന്റെ ഉമ്മച്ചിയാണ്. പിള്ളേർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് വീഡിയോസ് അങ്ങനെ അധികമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്വിഡ് നിറച്ചതാണ്. പല നാട്ടുകളിൽ പല പേരുകളും പറയും. ചിലയിടത്ത് കൂന്തൽ, ചിലയിടത്ത് കണവ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റുകൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തോ പൊരിച്ചോ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പോലെ നിറച്ചോ കൊടുത്തു കഴിഞ്ഞാൽ പൊളിയായിരിക്കും മക്കളെ. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കമൻറ്റിലൂടെ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് സ്ക്വിഡാണ് ആദ്യം വേണ്ടത്. സ്ക്വിഡ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ തലയും ചിറകും കളഞ്ഞു വെച്ചേക്കുന്നുണ്ട്. നമുക്ക് ഇനി ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയാനായിട്ട് സവോള, ഇതൊരു വലിയ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ ഗ്രീൻ ചില്ലി, മല്ലിയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, പിന്നെ നല്ല വെളിച്ചെണ്ണ, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്. ആദ്യം നമുക്ക് നമ്മുടെ സ്ക്വിഡ് ഒന്ന് കുക്കറിലിട്ട് ഒരു വിസിലടിച്ചെടുക്കാം. നമ്മുടെ സ്ക്വിഡും ആ ഒരു പൊട്ടാറ്റോയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു വിസിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒരു വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ തലയും വാലും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മന്നൂസ് ക്ലാസ് വിട്ട് വരുന്നുണ്ട് കേട്ടോ. മന്നൂസ്, നമ്മുടെ മന്നൂസ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഡോക്ടർ രാജു ഡേയ്സ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ ഈ ടൈമൊക്കെ ആവും മന്നൂസ്. എന്താണ് ഇവിടെ പരിപാടി? മന്നൂസിന്റെ ചാനൽ ഞാൻ എടുത്ത്. അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോയും കൂടി നമുക്ക് ഇതിലിടാം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇത്തിരി മതി. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീരെ വെള്ളം ഒഴിക്കണ്ട, നമുക്ക് ഈ സ്ക്വിഡിൽ നിന്ന് തന്നെ വെള്ളം ഊറും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത്തിരി ജിഞ്ചറും ഗാർലിക്കും കൂടി ഇടാം, വെളുത്തുള്ളിയും ഇഞ്ചിയും. എന്നിട്ട് നമുക്കിതിൻ്റെ കുക്കർ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം. നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതി. ഇതിലൊരു വിസിൽ കേട്ടാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇതിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഫസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ സ്ക്വിഡിൻ്റെ ഒരു വിസിൽ വന്നു, അത് നമുക്ക് ഓഫ് ചെയ്തിടാം. നമ്മൾ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് വാടിയിട്ടുണ്ട് നന്നായിട്ട്. ആ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊരു ഗ്രീൻ ചില്ലി 3 ഇടാം. ഇപ്പോൾ വീട്ടിൽ പിള്ളേർക്കൊക്കെ എരിവ് പറ്റാത്ത പിള്ളേരാണെങ്കിൽ നമുക്ക് ചില്ലിയൊക്കെ 1 2 ഒക്കെ ഇട്ടാൽ മതി. ഇവിടെ നമ്മുടെ മന്നൂസിനും ഉമ്മൂസിനൊക്കെ നന്നായിട്ട് എരിവ് വേണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടാം.
നമുക്ക് സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഉമ്മച്ചി ഈ സംഭവം ഉണ്ടാക്കി തരാറുണ്ട്. ഇനി നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പില ഇടുമ്പോൾ ഇതിന് പ്രത്യേക ഒരു മണമാണ്. നിങ്ങൾക്ക് ആവശ്യം പോലെ ഇഷ്ടമനുസരിച്ച് ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് കേട്ടോ 2 സ്പൂൺ ഇട്ടത്. അപ്പോൾ നമ്മുടെ കുക്കറിലെ വിസലൊക്കെ പോയി കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് കണ്ടോ വെള്ളം വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ഒന്ന് ഇളക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോകും. നമ്മൾ സ്ക്വിഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലയും വാലയും നമ്മൾ സെപ്പറേറ്റ് വെച്ചിരുന്നില്ലേ, അത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിലോട്ട് ഇടുന്നുണ്ട്. നമ്മുടെ സ്ക്വിഡിൻ്റെ തലയും ചിറകും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയിലോട്ട് ഇടാം. നമ്മുടെ മുരിഞ്ഞ മസാലയിലോട്ട് നമ്മുടെ സ്ക്വിഡിൻ്റെ ചിറകും തലയും കൂടി മിക്സ് ചെയ്തത് ഇടാം. പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലോട്ടിടാം. നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി മല്ലിയില തൂവി കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് മസാലക്കുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണ. മുകളിൽ ഒന്ന് തൂകി കൊടുക്കാം വെറുതെ. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഈ സ്ക്വിഡിൻ്റെ മീതയിൽ പുരട്ടാനായിട്ടൊരു മസാല റെഡിയാക്കണം. ആ മസാല നമുക്ക് റെഡിയാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലവർ പൊടി. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ഇച്ചിരി
വെള്ളം നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്യാം. ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്. എന്നിട്ട് നമുക്കിത് ടൂത്ത് പിക്ക് കൊണ്ടിട്ട് സീൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ബാക്കി 3 നമുക്ക് ചെയ്ത്. ഇനി നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ വെച്ച മസാല നമുക്ക് നേരെ ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാം. കണവയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നീ ഇതൊരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കും. മാഗ്നേറ്റ് ചെയ്തൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. നമുക്കിനി ഇത് തവ ഫ്രൈ ചെയ്ത് എടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്ക്വിഡ് മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം മറിച്ചിടാനായിട്ട്. ഇത് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും മറിച്ചിടാൻ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. നൈസായിട്ട് പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ.
ഞാനിതിൽ വലിയതായിട്ട് ഡെക്കറേറ്റ് ഒന്നും ചെയ്യണില്ല. നേരത്തെ ഇതിൻ്റെ പൊട്ടിരുന്ന കറിവേപ്പില മാത്രം പൊരിച്ചിടണുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് നിറച്ചത് റെഡി ആയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യണത്. ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.